ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഫ്ലെയർ ഉള്ള അംബ്രല പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് 3 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ഫ്ലെയേഴ്സ് തോന്നിക്കാനായിട്ട് നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇത് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസും കൂടി കൊടുത്തേക്കാം. ഞാനിവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ജോർജറ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അപ്പോൾ നമുക്ക് 3 മീറ്റർ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. ദെൻ ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹിപ്പ് റൗണ്ടാണ് വേണ്ടത്. ഹിപ്പ് റൗണ്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്യുക. ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1.5 ഇഞ്ചസ്, അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ 12.5 ഇഞ്ചസാണ് കേട്ടോ വരുന്നത്. അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് വരുന്ന ആ പോർഷനില്ല, ആ ഒരു പോർഷനിൽ എത്രയാണ് ലെങ്ത് വരുന്നത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സ്കേർട്ടിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ മെഷർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ചസ് ഒന്ന് അലവൻസും കൂടി വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് വന്നിട്ട് 40 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മളൊരു 38 ഇഞ്ചസ് ലെങ്ത് കൊടുത്താൽ മതി. കാരണം 2 ഇഞ്ചസ് നമുക്കിനി വേസ്റ്റ് ബാൻഡിൽ ലെങ്ത് അവിടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 38 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ചസ് നമുക്ക് അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്, പിന്നെ മുകളിൽ നമ്മൾ കുറച്ചൊരു 1/2 ഇഞ്ചസ് പോവില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ പ്ലസ് 1 ഇഞ്ചസ് അങ്ങനെ 39 ഇഞ്ചസ് നമുക്ക് അലവൻസ് കൊടുത്തിട്ട് നമുക്ക് ബോട്ടം പോർഷൻസ് കട്ട് ചെയ്തെടുക്കും. ബോട്ടം പോർഷനിൽ ഒരു സൈഡിൽ കറക്റ്റായിട്ട് ലെങ്ത് എത്തുമല്ലോ, അത്രയും വിട്ടില്ലല്ലോ. അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലിന് വിട്ടില്ല, അതാ ഈ എത്ര വിട്ടേ വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബാക്കി വരുന്ന പീസിൽ നമുക്ക് ജോയിൻറ്റ് പീസൊക്കെ കട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇടാനൊക്കെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടിയ ക്രഷ് മെറ്റീരിയലൊക്കെ അതാകുമ്പോൾ അത്യാവശ്യം വിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് ലെങ്തൊക്കെ എടുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പീസ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ അടിയിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് മാർക്ക് ചെയ്യാം. ക്രോച്ച് മാർക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസും ഇക്വേഷൻസൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ബിഗിനേഴ്സിന് വേണ്ടി ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മളൊരു കസേരയിൽ നിവർന്നിരുന്നിട്ട് നമ്മുടെ ഹിപ്പ് മുതൽ ചെയർ വരെയുള്ള ആ ഒരു ലെങ്ത്, നമ്മൾ ഇരിക്കുന്ന ചെയറിൽ ആ ഒരു വശം വരെയുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു 12 ഇഞ്ചസ് 13 ഇഞ്ചസ് ആ ഒരു ഇതിൽ കിട്ടും. പ്ലസ് 1 ഇഞ്ചസ് നമുക്ക് ഒരു 14 ഇഞ്ചസ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്യുന്ന പോയിന്റിൽ വെച്ച് 3 ഇഞ്ചസ് ഉള്ളിലേക്ക് ഇതുപോലെ വരയ്ക്കുക. ദെൻ മുകളിലേക്ക് ആ ഒരു ലൈൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പാൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ചെയ്യാനുള്ളത് ആ ജോയിൻ പീസ് ഇല്ല, അത് നമുക്ക് പാൻറ്റിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് നോക്കണേ. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ പാൻറ്റ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം പാൻറ്റിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അംബർല സ്കേർട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പാൻറ്റിലും. ഫസ്റ്റ് നമ്മൾ ഒരു മടക്കി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് വീണ്ടും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷം ബോട്ടം പോർഷൻ്റെ എൻഡ് മുതൽ ക്രോച്ചിൻ്റെ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കാലിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല വശം ഇതുപോലെ ഫ്രണ്ടിൽ എടുത്തതിന് ശേഷം രണ്ടിൻ്റെയും ക്രോച്ചിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതേപോലെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം സെൻറ്റർ മുതൽ 2 സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ബാക്കി വരുന്ന പീസ് അത് നമുക്ക് സ്ട്രൈറ്റ് പീസൊന്നും കിട്ടില്ല, നമ്മൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന പീസസ്സാണേ. നമ്മൾ 3 മീറ്ററിൽ അത്രേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി സ്ട്രൈറ്റ് പീസ് അല്ലെങ്കിൽ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ 3.25 മീറ്റർ എടുക്കണേ, എങ്കിൽ നമുക്ക് വേസ്റ്റ് ബാൻഡിനൊക്കെ കിട്ടത്തുള്ളേ. അപ്പോൾ ഞാനൊരു 3 ഇഞ്ചസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്കിത് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുക, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് കറക്റ്റായിട്ട് ലൂസ് ഇല്ലാതെ പിടിച്ച് നോക്കുക. ദെൻ 5 ഇഞ്ചസ് നമുക്ക് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് എത്രയാണ് ഇലാസ്റ്റിക് കൊടുക്കണതെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്കിതിൽ കൊടുക്കാം. അതിന് ശേഷം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.